ഗുച്ചി ഗിൽറ്റി EDP ഇൻറ്റൻസ് പെർഫ്യൂം. ലേഡീസിനുള്ള പെർഫ്യൂമാണ്. കുറച്ച് നാളെ ഗേൾസിന് പറ്റിയൊരു പെർഫ്യൂം റിവ്യൂ ചെയ്തിട്ട് ഒരു നല്ലൊരു പെർഫ്യൂമാണ് ഗുച്ചി ഗിൽറ്റി. 90 ml ആണ് ഇതിൻ്റെ അളവ്. പ്രത്യേകിച്ച് ബോക്സിനകത്ത് പറയാനൊന്നുമില്ല. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കാണാം. 2012 ആണ് ബാച്ച് കോഡ്. ഇവിടെ QR കൊടുത്തിട്ടുണ്ട്. പിറകിൽ ഗുച്ചിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മുകളിലൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ബോക്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് ബോട്ടിൽ വരുന്നത്. ബോട്ടിൽ ഒരു ഗോൾഡൻ കളർ ബോട്ടിലാണ്. ഗോൾഡാണോ ചെമ്പ് നിറമാണ്, രണ്ടും കൂടി ചേർന്നിട്ടുള്ളൊരു കളർ. വളരെ ഷൈനി ആയിട്ടുള്ള ബോട്ടിൽ കളറാണ്. ഫിംഗർ പ്രിൻറ്റ് മാഗ്നറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന തരത്തിലുള്ളൊരു ബോട്ടിൽ ഡിസൈൻ കളർ. ഇവിടെ ബാച്ച് കോഡ് കാണാം 2012 EDP ഇൻറ്റൻസ്. കുറച്ചും കൂടെ പൊട്ടൻ്റ് ആയിട്ടുള്ള വെർഷനാണ്. ഗ്ലാസ് ബോട്ടിൽ കൊള്ളാം. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു ബോട്ടിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ക്യാപ്പ് പ്ലാസ്റ്റിക്കും മെറ്റലും ചേർന്നിട്ടുള്ള ഒരു ടൈപ്പ്. ഇവിടെ ഗുച്ചി എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാനുള്ളത്. കൊള്ളാം. കയ്യിൽ ഹോൾഡ് ചെയ്യാനും ഒരു ഗ്രിപ്പുണ്ട്. ഒതുങ്ങി നിൽക്കുന്ന ഒരു ബോട്ടിൽ ഡിസൈനാണ്. 90 ml ആയതുകൊണ്ടാണെന്ന് അറിയില്ല. കൊള്ളാം. വളരെ സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള ബോട്ടിൽ ഡിസൈൻ. ഗുച്ചിയുടെ ഒരു ക്വാളിറ്റി ബോട്ടിലുണ്ട്. 2022 ഈ പെർഫ്യൂം ലോഞ്ച് ചെയ്തത്. 2 വർഷം മുമ്പ്. 2 വർഷം മുമ്പ്. അപ്പോൾ ഇത് ലേബൽ ചെയ്തിരിക്കുന്നത് വൂഡി, ഫ്രൂട്ടി, സ്വീറ്റ്, വയലറ്റ്, പച്ചൂളി, പൗഡറി, ട്യൂബ്രോസ്, എർത്തി, വാനില, യെല്ലോ ഫ്ലോറൽ. ടോപ്പ് നോട്ടിൽ വരുന്നത് വയലറ്റ്, മാൻഡോറ എന്നാണോ എനിക്കറിയില്ല പ്രൊണൗൺസ് ചെയ്യേണ്ടത്. ലിച്ചിയുടെ നോട്ട് കൊടുത്തിട്ടുണ്ട്. മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ പ്ലം, ട്യൂബ്രോസ്, ലാൻലാങ്. ബേസ് നോട്ട് വരുമ്പോൾ പച്ചൂളി, വാനില, വെട്ടുവർ. ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ സ്മെല്ല് ചെയ്തപ്പോൾ ആദ്യം വന്ന മണം ലിച്ചിയുടെ ഒരു മണം. ആ ഒരു ഫ്രൂട്ടിൻ്റെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ലിച്ചിയുടെ മണമുണ്ട്. ഒപ്പം വയലറ്റ് ഫ്ലോറൽ എന്ന് പറയുമ്പോൾ ഇത് ഒരു പൗഡറി മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സ്മെല്ല്. ഇതിൻ്റെ എനിക്കിത് ഇനീഷ്യലി സ്പ്രേ ചെയ്തപ്പോൾ ആദ്യം ഓർമ്മ വന്ന മണം ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡിൻ്റെ ഒരു സാമ്യമുള്ളൊരു മണമാണ്. എവിടെയും ഒരു റോസിൻ്റെയൊക്കെ ഒരു മണമുണ്ട്. ഒരു ഡാർക്ക് നിറത്തിലുള്ള റോസിൻ്റെയൊക്കെ ഒരു മണം ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലമ്മിൻ്റെ, ട്യൂബ്രോസ്, ഈ മണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞ നോട്ടുകളൊക്കെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഫ്രൂട്ടി ഫ്ലോറൽ സ്മെല്ലാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനോട് താല്പര്യമുള്ളവർക്ക്, ഫ്രഷ് മണങ്ങളോട് വലിയ താല്പര്യമില്ല. പകരം ഈ ഓർക്കിഡ് പൂക്കൾ, ലിച്ചി, പ്ലം, വയലറ്റ് പൂക്കൾ, ട്യൂബ്രോസ്, ഇതുപോലുള്ള പൂക്കളുടെയും ഫ്രൂട്ട്സിൻ്റെയൊക്കെ മണം അതിനോട് താല്പര്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ്. ഒരു 25 വയസ്സിന് എബോവ് പ്രായമുള്ളവർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതാണ്. ഇത് അല്പം മെച്ചുവേർഡാണ്. കുറച്ച് എലഗൻറ്റ് ക്ലാസിക് ആയിട്ടുള്ള ഒരു DNA ആണ്. ഒരു കമ്പനിയുടെ CEO അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു അങ്ങനെയുള്ള പദവികൾ കൈകാര്യം ചെയ്യുന്നവർ ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു പെർഫ്യൂമാണ്. ഒരു ക്ലാസിക് എലഗൻ്റ് ആയിട്ടുള്ളൊരു പെർഫ്യൂം. ഒപ്പം ഒരു പൗഡറി സ്മെൽ വരുന്നുണ്ട്. എവിടെയും ഒരു പൗഡറി, ഒരു വിൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓൾഡ് വിൻറ്റേജ് ടൈപ്പ് അല്ല, പക്ഷേ ഏതോ ഒരു പ്രത്യേക ഒരു വിക്ടോറിയൻ എറ വിൻറ്റേജ് ടൈപ്പ് ഒരു നോട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് ഒരു 25-ന് മുകളിൽ. പിന്നെ ഇതിൻ്റെ ലോങ്ജിവിറ്റി അത്യാവശ്യം നന്നായിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. 6 മണിക്കൂറോളം നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. 2 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. 2 മണിക്കൂർ വരെ നിങ്ങൾ ഒരു 8-9 സ്പ്രേ ചെയ്താൽ ആദ്യത്തെ 2 മണിക്കൂർ വരെ നന്നായിട്ട് മണം പുറത്തേക്ക് എത്തും. അത് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് ഒതുങ്ങും. നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ മാത്രം കിട്ടുന്ന തരത്തിലേക്ക് മണം ചുരുങ്ങും. ഒരു 3-4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് പതിയെ ഫേഡാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ ഒരു 6 മണിക്കൂർ പറയാം. ഇത് രാത്രിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറേ കൂടി നന്നായിട്ട് നിൽക്കും. എനിക്ക് തോന്നുന്നു 8-9 മണിക്കൂറോളം നിൽക്കും. ഓഫീസിൽ ഉപയോഗിക്കുന്നെങ്കിൽ AC ആയിട്ടുള്ളൊരു എൻവയൺമെൻ്റ് ആയിരിക്കണം. പുറത്ത് ചൂടത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു DNA അല്ല. അപ്പോൾ ഓഫീസിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. നല്ല തണുപ്പ് വേണം, എങ്കിൽ മാത്രമേ ഈ മണം പ്രൊജക്റ്റ് ചെയ്യൂ. അപ്പോൾ കാലാവസ്ഥ രാത്രി, വൈകുന്നേരം, തണുപ്പുള്ള സമയം മാത്രം ഉപയോഗിക്കുക. ദയവ് ചെയ്ത് ഉച്ചയ്ക്കോ പുറത്ത് പോകുമ്പോഴോ ഉപയോഗിക്കാൻ പാടില്ല. മെൻസിന് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ബ്ലാക്ക് ഓർക്കിഡ് ആണുങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉപയോഗിച്ചാലും കോംപ്ലിമെൻറ്റ് കിട്ടും. ഇപ്പോൾ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനുണ്ട്. കൊടുക്കുന്ന പൈസയ്ക്ക് വർത്താണെന്ന് വെച്ചാൽ വർത്തായിട്ടുള്ളൊരു പെർഫ്യൂം തന്നെയാണ്, സംശയമില്ല. ഒക്കേഷൻ എനിക്ക് തോന്നുന്നു ഏത് ഒക്കേഷനും യൂസ് ചെയ്യാം.
അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ഒക്കേഷനും തളച്ചിടാൻ പറ്റില്ല. ഏത് ഒക്കേഷനിലും കല്യാണം, പാർട്ടി, ഗെറ്റ് ടുഗദർ, ഓഫീസ്, വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യാം. ഒരു കുഴപ്പമില്ല. അപ്പം ഇത്രയുമാണ് എനിക്കൊരു പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അതിൻ്റെ വില വരുന്നത് ഏകദേശം 10-12 ആ റേഞ്ചിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ചില സമയം ഓഫർ കാണാം 9,000 ഒക്കെ. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ടോം ഫോർഡ് ബ്ലാക്ക് ഓർക്കിഡിൻ്റെ മണമെങ്കിലും അറിഞ്ഞിരിക്കുക. അതിലും ഈ പറയുന്ന ഒരു ഡാർക്ക് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഓർക്കിഡ് പൂക്കളുടെയും റോസിൻ്റെയൊക്കെ ഒരു മണം. ഇതിൽ നമുക്കൊരു റോസാപ്പൂവിൻ്റെയൊക്കെ ഒരു മണം ഇതിലും കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഗേൾസിന് വാങ്ങാൻ പറ്റിയ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു DNA ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണ് ഗുച്ചി EDP ഇൻറ്റൻസ് പെർഫ്യൂം.